എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും ലോൺ എടുത്തിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ലോൺ എടുക്കാനായിട്ട് ബാങ്കുകളിലോ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ അവർ സിബിൽ എടുത്ത് നോക്കിയ ശേഷം ലോൺ തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് സിബിൽ? സിബിൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് എന്ന ഒരു ഏജൻസിയുടെ ചുരുക്കപ്പേരാണ്. അതിൻ്റെ ആദ്യത്തെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരായിട്ട് സിബിൽ എന്ന് പറയുന്നു. ട്രാൻസ് യൂണിയൻ എന്ന ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസിയാണ് ഈ സിബിൽ റിപ്പോർട്ടുകൾ കൊടുക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു സിബിൽ റിപ്പോർട്ട് മാത്രമല്ല ക്രെഡിറ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ മറ്റ് ഏജൻസികളുമുണ്ട്. ഉദാഹരണത്തിന് എസ്പീരിയൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, ഇക്വിഫാക്സ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുണ്ട്, ക്രിഫ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഈ പറയുന്ന ക്രെഡിറ്റ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്ന ഏജൻസികൾ ഏതെങ്കിലും ഒന്നിൽ അംഗമായിട്ടുള്ളവർക്ക് ആ അംഗമായിട്ടുള്ള ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ അവരുടെ അടുക്കൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ആധാർ, പാൻ കാർഡ്, ഫോൺ നമ്പർ എന്നിവ ഉപയോഗിച്ച് കസ്റ്റമേഴ്സ് എടുത്തിരിക്കുന്ന ലോണുകൾ അത് കൃത്യമായിട്ടാണോ അടച്ചു പോയിരിക്കുന്നത് എന്ന ഒരു ഇൻഫർമേഷൻ ഈ പറയുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും ലഭിക്കുന്നു. അതിൽ നിന്നാണ് ഇനി ഈ പറയുന്ന കസ്റ്റമറിന് ലോൺ കൊടുക്കണോ വേണ്ടയോ എന്ന് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ പൊതുവെ എല്ലാവരും സിബിൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഏജൻസികളിൽ ഏതെങ്കിലും ഒന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളായിരിക്കും. അവർ പൊതുവെ സിബിൽ എന്ന് പറയുന്ന സിബിൽ സ്കോർ എന്നൊക്കെ പറഞ്ഞ് ആണ് അവരെടുത്ത് നോക്കുന്നത്. സാധാരണഗതിയിൽ 300 മുതൽ 900 വരെയാണ് ഈ സ്കോറിൻ്റെ കണക്ക് വരുന്നത്. അതിൽ 600 എങ്കിലും സ്കോർ വരുന്ന കസ്റ്റമേഴ്സിന് ചില ധനകാര്യ സ്ഥാപനങ്ങൾ ലോൺ കൊടുക്കാറുണ്ട്. എന്നാൽ മറ്റു ചിലർ 650 മുകളിലോ അല്ലെങ്കിൽ 700 മുകളിൽ, 730 മുകളിൽ, 750 മുകളിൽ അങ്ങനെ ചില നിബന്ധനകൾ വയ്ക്കാറുണ്ട്. എങ്ങനെയാണ് ഈ സ്കോറുകൾ കൂടുന്നത്? ഈ സ്കോറുകൾ കൂടുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇനി സ്കോറുകൾ കൂടുന്നതിന് കാരണം കൃത്യമായിട്ടുള്ള തിരിച്ചടവാണ്. നിങ്ങൾ ഇതിനു മുന്നേ എടുത്തിട്ടുള്ള ലോണുകളിൽ, അത് ഹോം ലോൺ ആയിക്കോട്ടെ, പ്രോപ്പർട്ടി ലോൺ ആയിക്കോട്ടെ, കൺസ്യൂമർ ലോൺ ആയിക്കോട്ടെ, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, ഇനി ഗോൾഡ് ലോൺ വച്ചതായിക്കോട്ടെ, കാർഷിക ലോൺ ആയിക്കോട്ടെ, ഏത് ലോൺ എടുത്താലും അത് നിങ്ങളുടെ ലോണിൻ്റെ അക്കൗണ്ടും എത്ര തുകയാണ് എടുത്തത് എന്നുള്ളതും എത്ര ദിവസം താമസിച്ചാണ് നിങ്ങൾ ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് അടച്ചിട്ടുള്ളത് എന്നുള്ള എല്ലാ വിവരങ്ങളും ഈ പറയുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻ റെക്കോർഡ്സ് ബ്യൂറോകളെ, ഏജൻസികളെ അറിയിക്കുകയും അതനുസരിച്ച് ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് പറയുന്നത് DPD എന്നാണ്, ഡേയ്സ് പാസ്റ്റ് ഡ്യൂസ്. അതാണ് DPD എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ ലോണിൻ്റെ തിരിച്ചടവിൻ്റെ ഡേറ്റ് 10-ാം തീയതിയാണെന്നിരിക്കട്ടെ. 10-ാം തീയതി തന്നെ അടച്ചു കഴിഞ്ഞാൽ അത് 000 എന്ന രീതിയിൽ കാണുകയും, എന്നാൽ നിങ്ങൾ 5 ദിവസം കഴിഞ്ഞിട്ടാണ് അടച്ചിരിക്കുന്നതെങ്കിൽ ആ മാസത്തെ DPD 005 എന്ന് കാണിക്കുകയും ചെയ്യും. അങ്ങനെ എത്ര ദിവസം ഡിലേ ആകുന്നോ ആ ഡിലേ ആണ് അതിനകത്ത് കാണിക്കുന്നത്. അതനുസരിച്ച് സ്കോർ നിങ്ങളുടെ കൂടുകയോ കുറയുകയോ ചെയ്യാം. ചില ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് XXX എന്ന് കാണാം. അതിൻ്റെ അർത്ഥം ഈ ലെൻഡേഴ്സ് നിങ്ങൾ എത്ര താമസിച്ചാണോ അല്ലെങ്കിൽ കൃത്യമായിട്ടാണോ അടച്ചത് എന്നുള്ള വിവരം ഈ പറയുന്ന ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസികളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ചിലയിടത്ത് STD എന്ന് പറഞ്ഞ ഒരു കോഡ് കാണാം. ആ STD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ഡിലേ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ചെറിയ ഡിലേ വെച്ചിട്ടായിരിക്കും ആ മാസങ്ങളിൽ നിങ്ങൾ പണം അടച്ചിട്ടുള്ളത്. ഇനി മറ്റ് ചില ഇൻഫർമേഷൻ ഏജൻസികളുടെ റിപ്പോർട്ടുകളിൽ ഇതേപോലുള്ള മറ്റ് കോഡ് വേർഡുകളും കാണാറുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള ഒരു എൻട്രി, ആ ഒരു പ്രവേശനം സുഗമമാക്കാൻ പറ്റുന്നത്
എന്നും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. താങ്ക് യു.